ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോയി. ആൻറ്റിക്കിപ്പോൾ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോയതാണ്. അവിടുത്തെ രണ്ട് മക്കളും UK-യിലാണ്, അങ്കിള് എറണാകുളത്താണ്. അപ്പോൾ ആൻറ്റി ഒറ്റയ്ക്ക് ഇരുന്നതുകൊണ്ട് ആൻറ്റി ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പം ആദ്യം നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയാലും അതിൽ നിന്നുള്ള വിളവ് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ കുറച്ചേറെ പച്ചക്കറികളുണ്ട്. വഴുതനങ്ങ, വെണ്ടയ്ക്ക, കോവൽ, പാവയ്ക്ക, കൂർക്ക, തക്കാളി, പിന്നെ പച്ചമുളക്, അങ്ങനെ കുറച്ചേറെ പച്ചക്കറികളുണ്ട് അവിടെ. ആൻറ്റി ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇത്രയും പച്ചക്കറിയൊന്നും ആൻറ്റിക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് വാതിക്കൽ റേഷൻ കടയുണ്ട്. അപ്പം ഈ പച്ചക്കറി എല്ലാം കൂടി വിളവെടുത്തിട്ട് റേഷൻ കടയിൽ കൊണ്ടുവെക്കും. അപ്പോൾ ആവശ്യക്കാർ അവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കാര്യം, ആൻറ്റിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ ബോറടിയും മാറും, ചെറിയൊരു വരുമാനവും ആകും. പിന്നെ നാട്ടുകാർക്ക് നല്ല നാടൻ പച്ചക്കറി കിട്ടുന്നുണ്ട്. വിഷമടിക്കാത്ത പച്ചക്കറി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് ഈ ചെടികളൊക്കെ പറിച്ച് മാറ്റുന്ന സമയമാകാറായെന്ന് ആൻറ്റി പറയുന്നത്. കുറച്ചുകൂടി മുന്നേ ആയിരുന്നെങ്കിൽ ഒരുപാട് പച്ചക്കറികളുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ ഒരുപാട് ചീര ഉണ്ടായിരുന്നു. ഇപ്പോൾ ചീരയൊക്കെ പൂത്തിട്ട് അതെല്ലാം പറിച്ച് മാറ്റുന്ന സമയമായിരുന്നു. അവിടെ 2 ടൈപ്പ് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഒന്നൊരു ചുവപ്പ് കളറും ഒന്ന് സാധാ പച്ച കളറിലും. ആ ചുവപ്പ് കളറിലെ വെണ്ടയ്ക്കനെ ആദ്യമായിട്ട് കാണുമായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പം ആൻറ്റി എനിക്ക് കുറേ പച്ചക്കറികൾ തന്നു. കോവയ്ക്ക, സാലഡ്, വെള്ളരി, പച്ചമുളക്, ചീര, അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എനിക്ക് തന്നു വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. നാടൻ പച്ചക്കറി കിട്ടുന്ന സന്തോഷത്തിൽ എല്ലാവരും യാത്ര പറഞ്ഞ് ഞാനും അവിടെ നിന്ന് ഇറങ്ങി.